നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, മലേഷ്യൻ 12 o'clock വേണോ അതോ ഇന്ത്യൻ. നമ്മുടെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ തന്നെയാണ് ശരി. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോ ഇന്ത്യൻ ടൈം ആകുമ്പോൾ ഇവിടെ 2-2:30 ആയിപ്പോ. അപ്പൊ നമുക്കൊരു ഫീല് പോവും അല്ലെ. നമ്മൾ നിൽക്കുന്ന അവിടെ മിഡ് നൈറ്റേ പറ്റൂ. ഓമിക്കുട്ടൻ ദേ തൂങ്ങി നിൽക്കുന്നു. കങ്കാരു, അമ്മ കങ്കാരും ബേബി കങ്കാരും പോലെ, പക്ഷെ അത് അച്ഛൻ കങ്കാരുവാ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ചുമ്മാതെ, ഞാനൊക്കെ നൈറ്റ് വെയർ ആയിട്ടിരിക്കുന്നത്, വെറുതെ ഇവിടെ ഒന്ന് കറങ്ങാൻ പോകുന്നു. നൈറ്റ് ലൈഫ്, ഓമിക്ക് നൈറ്റ് ലൈഫ് ഇഷ്ടമാണ് കേട്ടോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളെ പണ്ട് തൊട്ടേ, ഇവൻ ജനിച്ചപ്പോൾ തൊട്ടേ നമ്മളിവനെ കറക്കിക്കൊണ്ട് നടക്കുക. പക്ഷെ നമ്മുടെ ഫ്ലാറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ രാത്രി ചില സമയങ്ങളിൽ സ്കൂട്ടർ റൈഡ് പോകും. ജസ്റ്റ് ഒരു 5 കിലോമീറ്ററിനകത്ത് നമ്മൾ കറങ്ങിയിട്ട് തിരിച്ചു വരും. കാരണം ഓമിക്ക് അങ്ങനെ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഒരു മിനിറ്റ്. ആള് ക്യാബ് വരുന്നതിന് മുന്നേ തന്നെ കരഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വന്നു. ക്യാബ് എത്തി, നമ്മൾ പോയി ക്യാബിൽ കയറട്ടെ. ഓമിക്ക് പിക്കാച്ചു ബലൂൺ. ഓമിയ ബലൂൺ എടുത്ത് നാട്ടിലുള്ള എല്ലാവരുടെയും തലയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അശ്വമേധത്തെ എവിടെയെങ്കിലും കളയും. ഇവിടെ ഇതുപോലത്തെ കുറെ ക്യൂട്ട് ഷോപ്സ് ഉണ്ട്. അതിൽ ചിലതൊക്കെ എക്സ്പെൻസീവ് ആണ്, ചിലതൊന്നും അത്ര എക്സ്പെൻസീവ് അല്ല. അതെ, ഇവിടുത്തെ നഗര കാഴ്ചകൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത് ഹൻസൂന് ഇഷ്ടപ്പെടും. മലേഷ്യൻ ടൈം. അവൻ ബലൂണിന്റെ സാധനമൊക്കെ പൊട്ടിച്ച് ഇതാണ് ജലാങ് ഫുഡ് സ്ട്രീറ്റ്. നമ്മൾ ഇന്നലെ ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിപ്പോയി ഇവിടെ എത്തിയപ്പോൾ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ഒക്ടോപ്പസിന്റെ ടെന്റക്കിൾസ് ആണ്. അശ്വിനാണെങ്കിൽ ഇന്നലെ വന്നപ്പോൾ തൊട്ട് ഇവിടുത്തെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് സ്മെല്ല് ഓക്കെയാണ്. അതെ, ഇരിക്കുന്നതാണ് ഡുറിയൻ. ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ചക്ക പോലത്തെ ഒരു ഐറ്റമാണ് ഇത്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ചിലപ്പോൾ ബാഗിനകത്തിരുന്നൊരു പന്ന സ്മെല്ലായിപ്പോവും പെട്ടി മുഴുവൻ. അതെനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഇവിടുത്തെ ചക്ക വേണം. വേറെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കയുണ്ട്, അത് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് കിട്ടി. ഇന്നിനിപ്പോൾ ഉണ്ടാവോ എന്ന് അറിഞ്ഞൂടാ. ഇതെന്താടേ, പാനിപൂരിയാ? ഇവിടെ അതൊക്കെ കിട്ടുമോ? നമ്മുടെ നാട്ടിലെ റംബൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. റംബൂട്ടാൻ, മാങ്ങ. ഇതാണ് ആ ഡുറിയൻ, മാംഗോസ്റ്റിൻ. അത് നമ്മുടെ വീട്ടിലുണ്ട്. പലതരം സാധനങ്ങളാണ്, ഈറ്റബിൾസ്. എന്റെ പൊന്നിന് ഒക്കെ മന്നാ. ചിക്കൻ കട നോക്കി എടുത്തോണ്ടിരിക്കാം. ഹൗ മെനി പീസ് ഷുഡ് ഐ ടേക്ക്? 10 പീസ്. അങ്ങനെടാ, അത് മിനിമം 300 ഗ്രാം ആണെന്ന്. മനസ്സിലായില്ല, മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത് വേറെ കാര്യം. ഇപ്പൊ തൂക്കം കൊടുക്കുക എത്രയായെന്ന്. മേടിച്ചോടനെ സാധനം തീർന്നു. നമ്മൾ 3 പേരും കൂടെ തിന്നു. ഓമിക്കുട്ടന് ഇഷ്ടപ്പെട്ടു, ഭയങ്കര വെരി സ്വീറ്റ്, യമ്മി. ഓമിക്കുട്ടൻ തിന്ന് വരികയാണ്. നമുക്കത് ബഡ്ജറ്റ് ഹോളിഡേസ് സെറ്റ് ചെയ്ത് തന്നെ കേക്ക്. അത് എല്ലാവരും ചെയ്തു തരുന്ന പോലെ ഹോട്ടലിൽ നിന്നൊന്നും അല്ല കേട്ടോ. ഹോട്ടലിന്റെ വെളിയിൽ നിന്ന് സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഹോട്ടലിനകത്ത് എത്തിച്ചു തന്നു, വിച്ച് ഇസ്
സോ നൈസ് ഓഫ് ദം. നാട്ടില് ഇപ്പൊ ഇവിടുത്തെ 1 മണിയായി, നാട്ടിലപ്പോ 11:00 എങ്ങാണ്ട് ആയിട്ടേ ഉള്ളൂ. 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ടൈം ഉണ്ട്. ഇപ്പൊ ഇവിടെ എത്ര മണിയായി? 12:30. 1 മണി കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓമിക്കുട്ടിന് എന്തായാലും ഉറക്കാൻ സമയമായി. അപ്പൊ നമുക്കായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ പാടി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതേ കപ്പ് കേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് വീഡിയോ എടുക്കാം. കട്ട് ചെയ്ത കത്തിയെടുത്ത വർഷം പാടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഓമി, ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊന്നെ ഇത് ഊതണോ? ബാബാ ഊതാ ഊതാ ഊതാ. ബാ മമ്മ എടുത്ത് ബാ. അപ്പൊ നമുക്ക് മറ്റേ ഇങ്ങനെ ചെയ്യാമേ കേട്ടാ. 3, 2, 1. വെയിറ്റ് നമ്മുടെ പൊന്ന അതൊന്ന് പോയിക്കോ. ഗുഡ് മോർണിംഗ് ബർത്ത്ഡേ ബോയ്. ഗുഡ് മോർണിംഗ് ബർത്ത്ഡേ ബോയ്. രാവിലെ നല്ല ഇടിയും മഴയോടെയാണ് ഓമി എണീക്കുന്നത്. ഹലോ. ഇന്നലെ ഇവിടെ ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താ ഇങ്ങനെ ചൂട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മഴ പെയ്യും. നമുക്ക് അങ്ങോട്ടൊന്നും കാണാൻ പോലും പറ്റാത്ത രീതിക്ക് ഒരു മിസ്റ്റി രീതിയിലെ മഴയാണ് വെളിയിൽ. ഞാൻ ഇടി കേട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ എണീക്കുന്നത്. ഞാൻ ഉറങ്ങുമായിരുന്നു, നല്ല രീതിക്ക് ഇടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എണീക്കുന്നത്. രാവിലെ ഓമിയുടെ വോം ഷവർ ബാത്ത്. ബർത്ത്ഡേ ബോയ് ക്ലീൻ ആയിട്ട് പുറത്തൊക്കെ പോകത്തുള്ളൂ അല്ലേ? കൈക്കൊട്ടുമീ കൈക്കൊട്ട്. ഒന്നിനും വയ്യ, ഞാൻ സുഖിച്ചോട്ടെ കുറച്ചു നേരം. അവന് ഭയങ്കര ഇഷ്ടം. നമ്മൾ എവിടെ പോയാലും ഹോട്ട് ഷവേഴ്സ് കൊടുക്കും. അവരിങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. കുറേ നേരം ഇരിക്കും. എന്ത് ചെയ്യുന്നടാ? അവന് ഞാൻ സ്റ്റൈലിഷ് ഡ്രസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. കിട്ടുമ്പോൾ ഇവനെ നല്ല കുഴച്ചൊരു ബൗളിലിട്ട് കൊടുത്ത് അവൻ കുറേയൊക്കെ തിന്നും. അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ സഹോദരൻ ഒന്നും തിന്നാറില്ല. വല്ലപ്പോഴൊക്കെ വല്ലതും തിന്നുമ്പോഴാണ് സന്തോഷം. പക്ഷെ നാട്ടിൽ പോയി അവൻ തിന്നും കേട്ടോ. ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് ഇവനെ മറ്റേ ടേക്ക് കെയർ പോലെയാണ് എൻ്റെ വീട്ടിൽ വിട്ടിട്ട് പോകുന്നത്. അവിടെ ഇവൻ അത്യാവശ്യം നല്ല പോലെ തിന്നും. അത് എനിക്കറിയാം. അവർ തിന്നുന്ന വീഡിയോയും ഫോട്ടോയൊക്കെ എനിക്ക് അടുത്ത് അയച്ചു തന്നുകൊണ്ടിരിക്കുക ജിമ്മ്. അത് കാണുമ്പോഴാണ് സമാധാനമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഡാടാ അവിടെ ഒരുപാട് പേര് എൻ്റർടൈൻ ചെയ്യാറുണ്ടല്ലോ. അതുവരെ ബോംബെ സർക്കസിലോട്ട് ഇറങ്ങി പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. കാരണം ഒത്തിരി പേരുണ്ട് അവിടെ എൻ്റർടൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവൻ എൻ്റർടൈൻഡ് ആണ്. ഡാഡാ പോവാം. ബർത്ത്ഡേ ബോയ്, ബർത്ത്ഡേ ബോയ്. ഓക്കെ പിന്നെ കഴിക്കാൻ പെടാപ്പാട് ഇവിടെയാണ് കഴിപ്പിക്കാൻ. മുട്ടയുടെ വെള്ളം ഒരെണ്ണം ഫുള്ള് കഴിക്കാറായി. നമ്മുടെ ഇന്നലെ രാത്രി കേൾക്കുന്ന പോലെ
ആ അകത്ത് കട്ട് ചെയ്താൽ മതി. അവനാ അടിപൊളി ക്യൂട്ട് കേക്ക് അല്ലേ? ക്യൂട്ട് ക്യൂട്ട് വെരി ബ്രൈറ്റ് വൈബ്രന്റ് കേക്ക്. ഞാനും ആക്ച്വലി സ്വീറ്റ്സ് കഴിക്കുന്നില്ല. നമ്മളിവിടെ എല്ലാവർക്കും കേക്ക് കൊടുക്കും. നമ്മൾ സ്വീറ്റ്സ് കഴിക്കുന്നില്ല. ഓക്കെ